Hi guys. Hi guys. Hi guys. ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വളക്കാപ്പിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാളെയാണ് വളക്കാപ്പ്. അപ്പോൾ ഇന്ന് ചെറിയൊരു തോതിൽ ഞങ്ങളുടേതായ ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താവുന്നോന്ന് അറിയില്ല. എന്തായാലും കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാം കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം. ശരി. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ബാക്ക് ഡ്രോപ്പായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഷീറ്റാണ് കേട്ടോ. ഇത് മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബാക്ക് ഡ്രോപ്പ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 5 ഫീറ്റ് ഹൈറ്റും 8 ഫീറ്റ് വിഡ്ത്തും ആണ് ഇതിന് വരുന്നത്. ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിന് 318 രൂപയാണ് റേറ്റ് വരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിന് 358 രൂപയാണ് കാണിക്കുന്നത്. പല ടൈമിലും ഇതിന് റേറ്റ് മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് കുറവ് കാണുന്ന ടൈമിൽ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ 318 രൂപയ്ക്ക് ഇത് വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു ഫ്ലെക്സിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ക്ലോത്ത് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിൻ്റെ പ്രിന്റ് ആണെങ്കിൽ പക്ക 3D എഫക്റ്റ് പോലെ തോന്നിക്കുന്ന പ്രിന്റുകളാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് ഡ്രോപ്പ് തന്നെയാണ് ഇത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് മാരിഗോൾഡിന്റെ വൈറ്റ് ആണ്. അത് സാധാരണ നമ്മൾ വളക്കാപ്പിനൊക്കെ ഈ ഓറഞ്ച് ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലിയൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ വൈറ്റിൽ ഒന്ന് പിടിച്ചു നോക്കിയതാണ്. സംഭവം എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് താമരമുട്ടിൻ്റെ ഒരു ഹാങ്ങിങ് ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ താമരമുട്ടിന് നമ്മുടെ സാധാരണ മഞ്ഞ ഓറഞ്ച് ചെണ്ടുമല്ലി സ്യൂട്ട് ആവാത്തതുകൊണ്ട് ഞാൻ അതിന് മാച്ചായിട്ട് ഈ വൈറ്റ് പർച്ചേസ് ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇതും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു സെറ്റിൽ 5 എണ്ണമാണ് ഉണ്ടാവുന്നത്. ഒരു പീസിന്റെ ലെങ്ത് 1.5 മീറ്ററോളം വരുന്നുണ്ട്. അങ്ങനെ 5 പീസുള്ള ഒരു സെറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ 139 ആയിരുന്നു. ഇപ്പം അതിന്റെ റേറ്റ് കാണിക്കുന്നത് 176 ആണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. അടുത്ത ഐറ്റം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ വാഴലയുടെ ബാക്ക് ഡ്രോപ്പ് മേടിച്ചപ്പോൾ തന്നെ അതുമ്മ ഹാങ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ലോട്ടസിന്റെ ബഡ് വരുന്ന ഈ ഒരു ഹാങ്ങിങ്. ഇതിന്റെ റേറ്റ് വന്നിരുന്നത് 330 ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ റേറ്റ് 369 ആയിട്ടുണ്ട്. ഒരു സെറ്റില് 7 പീസാണ് ഇത് വരുന്നത്. ഇതിന്റെ താഴെ ഒരു പിങ്ക് കളറിലുള്ള ലോട്ടസിന്റെ ഒരു ബഡിന്റെ ഷേപ്പിലുള്ളതും പിന്നെ അതിന് മുകളിൽ തുളസി പോലെ തോന്നിക്കുന്ന ഒരു ഗ്രീൻ കളറിലും പിന്നെ ബാക്കിയൊക്കെ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു 14 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അതായത് ഒരു 37 സെന്റിമീറ്റർ പറയുകയാണെങ്കിൽ 37 സെന്റിമീറ്റർ. നമ്മുടെ ഒരു ലോങ് സ്കെയിലിനേക്കാളും കുറച്ചും കൂടിയും വലുപ്പം, അതാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ തന്നെ ഇതെന്തായാലും യൂസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ കൺഫേം ആക്കി കാട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതിന് സ്യൂട്ടായിട്ടാണ് ഞാൻ ആ വൈറ്റ് മാരിഗോൾഡിൻ്റെ 5 പീസ് വരുന്ന സെറ്റും കൂടിയും മേടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തോ യെല്ലോ ഓറഞ്ച് ഒന്നും മാരിഗോൾഡ് ഇതിന് മാച്ച് ആവില്ല എന്ന് തോന്നി. പിന്നെ കൂടുതൽ ആളുകൾ യെല്ലോ ഓറഞ്ച് ആ ഒരു തീമാണ് വളക്കാപ്പിന് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ വാഴലയുടെ ബാക്ക് ഡ്രോപ്പ് അതെന്തായാലും എനിക്ക് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അതിന് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ ഇതാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെ ഒരു കളർ തീമിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലോട്ടസിന്റെ ബഡിനെയൊക്കെ ഒരു ഡബിൾ സൈഡ് ഫോം ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നിർത്തുകയാണ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവിടെ മാത്രമല്ല പിന്നെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഷീറ്റിന്റെയും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ കോർണറിൽ നമ്മൾ ഈ ഫോം ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളക്കാപ്പിനുള്ള ഫുൾ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കറേഷൻ ആണ്. ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് തനിച്ച് ഇതുപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വളക്കാപ്പിൻ്റെ ഒരു കുഞ്ഞു ഡെക്കറേഷൻ. ഇതുപോലുള്ള കലാവിരുദ്ധകളായിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.